മനസ്സിൽ കടുത്ത വേദനയും 1000 ചോദ്യങ്ങളുമായിട്ടേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാനാവുകയുള്ളൂ. കണ്ണൂർ മുണ്ടേരിയിലെ നാരായണീയത്തിൽ കല്യാണത്തിന്റെ തിരക്കാണ്. മുണ്ടേരിയിലെ പലരും ഭരതന്റെയും അംഗൻവാടി ടീച്ചറായിട്ടുള്ള ഷീബയുടെയും വീട്ടിലാണ്. പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും വല്ലാത്തൊരു തിരക്ക് മൂഡിലാണ് അവിടെ. കുറെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഭക്ഷണം വിളമ്പുന്നതിന്റെയും ഭക്ഷണം കഴിക്കുന്നതിന്റെയും തിരക്കിലാണ്. എന്നാൽ ഒരു പറ്റം ചെറുപ്പക്കാർ ബാച്ചിലർ പാർട്ടിയുടെ അവസാനത്തെ മണിക്കൂറുകൾ വളരെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ ഒരു കല്യാണ വീട്ടിലെ പൊടി പൊടിച്ച ആഘോഷമേളങ്ങൾ. ആ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതരാണ് ഈ വീട്ടുകാരെ. ഷീബ ടീച്ചർക്കും ഭരതനും 2 മക്കൾ. മകൾ അഭിഷയും മകൻ ഷബിനും. മകനായിട്ടുള്ള ഷബിന്റെ വിവാഹ തലേന്നത്തെ ഗംഭീര ആഘോഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരനാണ് ഷബിൻ. അതുകൊണ്ട് തന്നെ ഷബിന് ഒത്തിരിയേറെ പരിചയക്കാരാണ് നാട്ടിൽ. ഇന്ത്യൻ ആർമിയിൽ ജമ്മു കാശ്മീർ SSB ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ആദ്യ ചാൻസിൽ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. പോലീസ് ഉദ്യോഗസ്ഥനാകാനുള്ള PSC റാങ്ക് ലിസ്റ്റ് ഷബിൻ റിജക്ട് ചെയ്യുകയായിരുന്നു. കാരണം കുഞ്ഞുനാൾ തൊട്ടേ ഷബിന്റെ മനസ്സിൽ ഇന്ത്യക്ക് കാവൽ നിൽക്കുന്ന ആർമി ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിനോടുള്ള തീരാത്ത ആഗ്രഹമായിരുന്നു. അങ്ങനെ 3 വർഷങ്ങൾക്ക് മുമ്പ് ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്കും എത്തി. നാടിനെ സംരക്ഷിക്കുന്ന ധീര ജവാൻ. അങ്ങനെ ഇരിക്കെയാണ് 1 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയുമായി ഷബിൻ പ്രണയത്തിലാകുന്നത്. 1 വർഷം നീണ്ട അവരുടെ പ്രണയം ഒടുവിൽ ചെന്നെത്തിച്ചത് അവരുടെ വിവാഹത്തിലും. വിവാഹത്തിന്റെ ആഘോഷങ്ങൾ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒട്ടനവധി പേർ ആ വീട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഷബിനും വീട്ടുകാർക്കും അവിടെ നിന്ന് തിരിയാൻ സമയമില്ല. ഇതിനിടയിൽ ഷബിന്റെ ഫോണിലേക്ക് പലതവണ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കോളുകൾ ധൃതിപ്പെട്ട് ഷബിൻ എടുക്കുകയും കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കോളുകൾ വേഗത്തിൽ തന്നെ അയാൾ കട്ട് ചെയ്ത് വിടുകയാണ്. സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഈ സമയത്ത് ഷബിനോട് കോൾ എടുക്കാൻ. ഷബിൻ അത് കുഴപ്പമില്ല എന്ന മട്ടിൽ തന്റെ പ്രവൃത്തികളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമയം വളരെ വൈകി. ഏകദേശം 2 മണിയായി. പാതിരാത്രി 2 മണി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉറക്ക സമയമാണ്. ഷബിൻ തന്റെ സുഹൃത്തുക്കളെല്ലാം ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. തുടർന്ന് ഷബിൻ നേരെ വീട്ടിനകത്തേക്ക് കയറി. ഇപ്പോൾ ആ വീട്ടിൽ ഷബിന്റെ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. അവർ ഓരോരോ ആൾക്കാരായിട്ട് ഓരോ ഭാഗത്ത് ഉറങ്ങാൻ കയറി. നമുക്കറിയാം സാധാരണക്കാരുടെ ഒരു വിവാഹ വീട്ടില് അവർക്ക് ഓരോരാൾക്കും പ്രത്യേകം റൂമുകളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ വരാന്തയിലോ അല്ലെങ്കിൽ ഹാളിലോ പായയോ വല്ല തുണിയോ ഇട്ട് കിടക്കുന്നതാണ് പതിവ്. കണ്ണൊന്ന് അടച്ചു വരുമ്പോഴേക്കും ഉറങ്ങി എഴുന്നേൽക്കാനുമായി. ഈ സമയത്തൊക്കെ ഷബിൻ വല്ലാത്ത സന്തോഷത്തിലാണ്. കാരണം ഇനി ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്റെ വിവാഹമാണ്. നാളെ ഈ സമയത്ത് താൻ ആഗ്രഹിച്ച പെൺകുട്ടി എനിക്കൊപ്പം ഉണ്ടാകുമെന്ന ആ ഒരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ ഷബിനിൽ നിറഞ്ഞു നിന്നിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഈ വിവാഹത്തിന്റെ തിരക്കുകളും മറ്റു ചില കാര്യങ്ങളുമായിട്ട് ഷബിൻ നല്ല ഓട്ടത്തിലാണ്. ഇന്ന് വൈകുന്നേരം തുടങ്ങിയ ഈ ആഘോഷം മൊത്തത്തിൽ ഷബിനെ ആകെ ഒന്ന് തളർത്തി. അവൻ നല്ല ടയേർഡായിട്ടാണ് റൂമിലേക്ക് കയറുന്നത്. അപ്പോഴും ഷബിന്റെ ഫോൺ തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട ബന്ധുക്കൾ ചിലർ പറഞ്ഞു, ഫോണിൽ സംസാരിച്ചു നിൽക്കാതെ വേഗം കിടന്നുറങ്ങ്. പുലർച്ചെ എഴുന്നേൽക്കേണ്ടതാണ്. ഇനി നിനക്ക് ഉറങ്ങിയാൽ തന്നെ 2-3 മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങാൻ കിട്ടൂ. അപ്പൊ ഷബിൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, മോളുടെ കോള് വരുന്നുണ്ട്, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അതിനുശേഷം ഞാൻ വേഗം കിടന്നുറങ്ങിക്കോളാം. അതുമല്ല രാവിലെ വീഡിയോഗ്രാഫേഴ്സ് വരുന്നുണ്ട്, ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷബിൻ മുറിക്കുള്ളിലേക്ക് കയറി വാതിൽ അടച്ചു. മോൾ എന്ന് ഷബിൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. വളരെ സ്നേഹത്തോടെ മോളു എന്ന് മാത്രമേ ഷബിൻ അവളെ വിളിച്ചിരുന്നുള്ളൂ. കല്യാണ വീട്ടിലെ പാട്ടും ബഹളവും കഴിഞ്ഞു. എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. ഇനി ഉറങ്ങിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 മണിക്കൂറുകൾ മാത്രം അവർക്ക് ഉറങ്ങാൻ കിട്ടും. സമയം 2:30 കഴിഞ്ഞു. ആ വീട് ഒന്ന് ഉറങ്ങി തുടങ്ങി. കൃത്യം 4:45 വീഡിയോഗ്രാഫർ ആയിട്ടുള്ള 2 ചെറുപ്പക്കാർ ആ വീട്ടിലേക്ക് വന്നു. അവർ ഷബിനെ തിരക്കി. എന്നാൽ ഷബിൻ ഇതുവരെ വാതിൽ തുറന്നില്ല എന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത്. മക്കേരി അമ്പലത്തിൽ കല്യാണത്തിന്റെ അമ്പലം വീഡിയോ ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ റെഡിയാകണമെന്ന് ഷബിനോട് ഞങ്ങൾ പറഞ്ഞതാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഷബിന്റെ വീട്ടുകാരും വിചാരിച്ചു, ഓ തലേ ദിവസത്തെ പരിപാടികളും തിരക്കുകളും കാരണം അവൻ ഉറങ്ങിക്കാണും, നല്ല ടയേർഡായിരുന്നു. മിനിമം ഒരു 5 മണിക്കെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അമ്പലത്തിന്റെ മോർണിംഗുള്ള ആ ഒരു ആംബിയൻസ് ക്യാമറയിൽ കിട്ടില്ല. വീഡിയോഗ്രാഫേഴ്സ് തിരക്ക് കൂട്ടിയതിനെ തുടർന്ന് വീട്ടുകാർ ഷബിനെ വിളിക്കാൻ വേണ്ടിട്ട് പോയി. ഷബിനെ വിളിക്കാൻ വീട്ടുകാർ ഷബിന്റെ റൂമിലേക്ക് പോയപ്പോഴേക്കും പുറത്തൊരു കാറ് വരുന്ന ശബ്ദം കേട്ടു. അതാരാണെന്ന് ആ വീട്ടുകാർ നോക്കിയപ്പോൾ ഷബിൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലെ ബന്ധുക്കളായിരുന്നു. അപ്രതീക്ഷിതമായി അവർ വന്നപ്പോ ഷബിന്റെ വീട്ടുകാർ ചെറുതായി ഒന്ന് പേടിച്ചുപോയി. അവർ കാര്യം തിരക്കി, അല്ല എന്തിനാണ് ഇത്ര രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത് ഇവിടെ എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോഴാണ് അവർക്കൊന്ന് സമാധാനമായത്. അവരെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഷബിനെ വിളിക്കാൻ പോയി. പലതവണ വിളിച്ചിട്ടും ഷബിൻ വാതിൽ തുറന്നില്ല. അകത്തു നിന്നും യാതൊരുവിധ ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല. പലരും മാറി മാറി ആ വാതിലിൽ മുട്ടി. ജനൽ വഴി അവർ വിളിച്ചു. ജനലുകൾ അടച്ചിട്ടുണ്ട്, വാതിലും അടച്ചിട്ടുണ്ട്. വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരൊന്ന് ഭയന്നു തുടങ്ങി. ഷബിനെ ഉറക്കി വിളിച്ചിരുന്നവർ പിന്നീട് വല്ലാത്തൊരു തേങ്ങലോടെ വിളിക്കാൻ തുടങ്ങി. അവർ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം എത്ര കണ്ടു വിളിച്ചിട്ടും ഷബിൻ വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം അവർ വാതിൽ പൊളിക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ എല്ലാവരും ചേർന്ന് ആ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറി. എന്നാൽ ആ മുറിക്കുള്ളിൽ ഷബിൻ ഇല്ലായിരുന്നു. പിന്നെ അവർ ശ്രദ്ധിച്ചത് തൊട്ടടുത്തുണ്ടായിരുന്ന കുളിമുറിയിലേക്കാണ്. കുളിമുറിയിൽ നിന്നും യാതൊരുവിധ ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല. കുളിമുറി അകത്ത് നിന്ന് പൂട്ടിയിട്ടുമുണ്ട്. വീണ്ടും ചില ബന്ധുക്കൾ ചേർന്ന് ആ കുളിമുറി വാതിൽ തള്ളി തുറന്നു. എന്നാൽ ആ വാതിൽ തുറന്നവർ കണ്ടത് ആരും ഭയന്നു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. കുളിമുറിക്കകത്തേക്ക് കയറിയവർ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ബന്ധുക്കൾ വേഗം തന്നെ ഷബിൻ തൂങ്ങി നിൽക്കുന്ന കയറ് മുറിച്ച് നേരെ ആശുപത്രിയിലേക്ക് വിട്ടു. അവർക്കിത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഷബിന് മാനസികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. തലേ ദിവസം വരെ ഡാൻസും പാട്ടുമായി നടന്ന ഷബിൻ വെറും 2 മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് ഷബിനെ പെട്ടെന്ന് എത്തിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അപ്പോഴേക്കും എല്ലാം വൈകിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ ഈ വാർത്ത നാട്ടിലെങ്ങും പടർന്നു. ഇത് കേട്ടവർക്ക് ആർക്കും ഈ ഒരു വാർത്ത സത്യമാവല്ലേ എന്ന് പ്രാർത്ഥിക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ആർക്കും ഈ ഒരു വാർത്ത വിശ്വസിക്കാനാവുമായിരുന്നില്ല. എന്തായിരിക്കാം ഷബിൻ മരിക്കാനുണ്ടായിരുന്ന കാരണം? വെറും 2-3 മണിക്കൂറിനുള്ളിൽ ആ ചെറുപ്പക്കാരന് എന്താണ് സംഭവിച്ചത്? പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഇതൊരു കൊലപാതകമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും തറപ്പിച്ചു പറഞ്ഞു. അത് അവർക്ക് പറയാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള വിഷമങ്ങളോ പ്രതിസന്ധികളോ ഷബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവൻ ഏറെ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ദിവസം തന്നെ ഷബിൻ മരണപ്പെടണമെങ്കിൽ അതിനെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള കാരണങ്ങൾ ഉണ്ടാവുമോ? ഇത് പലരും മാറി മാറി ചോദിച്ച ചോദ്യങ്ങളാണ്. ഷബിൻ അത്രമാത്രം ഹാപ്പി ആയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം എന്ന് ഷബിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞു. എന്നാൽ പുറത്തു നിന്നും ഒരാൾ വന്ന് അപായപ്പെടുത്താൻ യാതൊരുവിധ ചാൻസും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഷബിന്റെ മുറി അകത്തു നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ബാത്റൂമും പൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഇതൊരു കൊലപാതകമാകും? പിന്നെ ഈ മരണം കണ്ടവരൊക്കെ പറഞ്ഞൊരു ചാൻസ് എന്ന് പറയുന്നത് ഷബിൻ വല്ല ഹണി ട്രാപ്പിലും പെട്ടുപോയിരുന്നു. ഇത്തരത്തിൽ ഹണി ട്രാപ്പിലൂടെ മരണപ്പെടുന്നവരുടെ സംഖ്യ വളരെ കൂടുതലാണ് കേരളത്തിൽ. അങ്ങനെയെങ്കിൽ വല്ല ഹണി ട്രാപ്പ് വഴി ആരെങ്കിലും ഷബിനെ ടോർച്ചർ ചെയ്തിരുന്നു? പോലീസ് ഈ കാര്യം വളരെ ഗൗരവത്തോടെ അന്വേഷിച്ചു. എന്നാൽ ഇതിനൊന്നും യാതൊരുവിധ ചാൻസ് ഇല്ലെന്ന് വീട്ടുകാരും ബന്ധുക്കളും തറപ്പിച്ചു പറയുകയാണ് ഉണ്ടായത്. ഷബിന്റെ ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് ഷബിൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഞായറാഴ്ച രാത്രി, അതായത് വിവാഹത്തിന്റെ തലേ ദിവസം പരിപാടിക്കിടയിൽ ഷബിന് പലതവണ ഈ പെൺകുട്ടിയുടെ കോള് വന്നതായി ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു. ചിലപ്പോഴൊക്കെ ഷബിൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ കട്ടാക്കിയിരുന്നു. എന്നാൽ ചില സമയത്ത് തുടർച്ചയായി വരുന്ന ഈ കോളുകൾ ഷബിൻ വേഗം തന്നെ കട്ടാക്കി വിടുകയാണ് ഉണ്ടായത്. ഈ കാര്യങ്ങളൊക്കെ പോലീസിന് ബന്ധുക്കൾ മൊഴി നൽകി. ഷബിന്റെ മരണശേഷം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പല കാരണങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ എന്റെ ശ്രദ്ധയുടക്കിയത് ഷബിന്റെ കുടുംബ സുഹൃത്തായിരുന്ന ഒരു സ്ത്രീ എഴുതിയ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ആയിരുന്നു. അവർ ആ പോസ്റ്റിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്: ഷബിൻ കല്യാണത്തിന്റെ തലേ ദിവസം വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കൊപ്പം ഡാൻസ് കളിച്ചു, പാട്ടുപാടി, ചോറ് വിളമ്പാൻ, അതിഥികളെ സ്വീകരിക്കാനും അവൻ മുന്നിൽ തന്നെ നിന്നു. ഇതിനിടയിലൊക്കെ കല്യാണ പെണ്ണ് പലതവണ ഷബിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ കോളുകളെല്ലാം കട്ട് ചെയ്തു. അവളുടെ വീട്ടിൽ ഗംഭീരമായി നടക്കുന്ന ഹൽദി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഷബിനെ അവൾ വീണ്ടും വീണ്ടും വിളിച്ചത്. കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഹൽദി ചടങ്ങിൽ ഞാൻ നിന്റെ വീട്ടിൽ വരാമെന്ന് ഷബിൻ ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം വീട്ടിൽ ഗംഭീരമായ ഈ പരിപാടി നടക്കുമ്പോൾ അവിടെ നിന്നും ഷബിൻ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചത് കൊണ്ടാവാം ഷബിൻ ആ ഹൽദി ചടങ്ങിൽ പോകാൻ പറ്റിയില്ല. അതുമല്ല, നമുക്കറിയാം കല്യാണ ചടങ്ങിൽ അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ കല്യാണ ചെക്കനായിരിക്കും. കല്യാണ പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ കല്യാണ പെണ്ണ്. അപ്പൊ എല്ലാവരും അവരെ കാണാനും അവരോട് സംസാരിക്കാനും വേണ്ടി ആയിരിക്കും വരുന്നത്. ആ സമയത്ത് കല്യാണ ചെക്കൻ വീട്ടിലില്ല എങ്കിൽ അത് അച്ഛനും അമ്മക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ മാനിച്ചുകൊണ്ടാകാം ചിലപ്പോൾ ഷബിൻ ആ വീട്ടിലേക്ക് പോകാതിരുന്നത്. ആ ഒരു ഒറ്റ ദേഷ്യത്തിന്റെ പുറത്ത് ആ പെൺകുട്ടി പലതവണ ഷബിനെ വിളിച്ചിട്ട് ഷബിൻ കട്ടാക്കിയതിനെ തുടർന്ന് അവൾ പാതിരാത്രി വരെ ഉറങ്ങാതെ കാത്തിരുന്നു ഷബിനെ തനിച്ചൊന്ന് ഫോണിൽ കിട്ടാൻ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഷബിൻ ബന്ധുക്കളോടൊക്കെ ചിരിച്ച് സംസാരിച്ച് മുറിക്കകത്തേക്ക് പോയി വാതിലടച്ചത്. ആ സമയത്ത് ആ പെൺകുട്ടി ഷബിനെ കോൾ ചെയ്തു. അവർ ഒന്നും രണ്ടും പറഞ്ഞ് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. പൊതുവെ അവൾ വല്ലാത്തൊരു വാശിക്കാരിയാണെന്ന് ഷബിൻ പല ബന്ധുക്കളോടും പറഞ്ഞിട്ടുമുണ്ട്. അതേ വാശിയിൽ തന്നെ അവൾ ഷബിനോട് പറഞ്ഞു, നാളത്തെ കല്യാണ പന്തലിൽ ഞാൻ ഉണ്ടാവില്ല, നാളെ നമ്മുടെ കല്യാണ വേദിയിൽ ഞാൻ വരില്ല എന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. വലിയൊരു വാശിക്കാരിയായ അവൾ പറയുന്നത് എന്തും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഷബിൻ അറിയാമായിരുന്നു. ഇതിൽ മനം നൊന്ത് ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ നാളെ കല്യാണ പന്തലിൽ പരിഹാസനാകുമല്ലോ എന്ന് വിചാരിച്ച് ഷബിൻ സ്വന്തം ജീവൻ ഒടുക്കി. ഇതായിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിന്റെ ചുരുക്ക വിവരം. ഇത്തരം കാര്യങ്ങൾ വളരെ വിശദീകരിച്ചാണ് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ പോലും ഷബിനും ആ പെൺകുട്ടിക്കും മാത്രം അറിയുന്ന ആ 3 മണിക്കൂറിലെ കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ ഊഹിക്കാനാകും? അതുമാത്രമല്ല, അതിരാവിലെ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഷബിന്റെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ ചില ബന്ധുക്കൾ വന്നിരുന്നു. ഒന്നും അറിയാത്തതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കാനാണെന്ന് പറഞ്ഞു വന്നവർ പെൺകുട്ടിയെ സംശയിക്കാനുള്ള കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒരു കാര്യം അവൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നത് വരെ അവൾ വാശി പിടിച്ചു നിൽക്കും. ഇത് ഷബിൻ പല സുഹൃത്തുക്കളോടും പല തവണയായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാശിയെ ഭയന്നാണോ ഷബിൻ ആത്മഹത്യ തെരഞ്ഞെടുത്തത്? ഷബിന്റെ മരണം ആത്മഹത്യ തന്നെയാണ്. ആ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഒരു 3 മണിക്കൂർ സമയമാണ്.
ഈ ഒരു 3 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഷബിൻ ഈ ജീവിതത്തോട് തന്നെ ഗുഡ് ബൈ പറഞ്ഞത്. അവിടെ നടന്ന സംഭവങ്ങൾ എന്തെന്നറിയുന്നത് ലോകത്തിൽ രണ്ടു പേർക്ക് മാത്രമാണ്. ഒന്ന് ഷബിനും, പിന്നെ അവൻ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയും. ഷബിനിൽ നിന്നും ഇനി ആ കാരണം നമുക്ക് അറിയാനാവില്ല. കാരണം അയാൾ ഇനി ഈ ലോകത്തില്ല. ഇനി അറിയാനുള്ള മാർഗം ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇനിയും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവളാണ്. അങ്ങനെയെങ്കിൽ ആ രഹസ്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തിന്റെ പേരിലായാലും ഷബിൻ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് ആരും ആലോചിക്കേണ്ട. സ്വന്തം അച്ഛനും അമ്മയും ഇനി എങ്ങനെ ഈ വേദനയിൽ നിന്നും കരകയറും? ഞാൻ എന്റെ വീഡിയോയിൽ പലപ്പോഴും പലതവണയായി പറഞ്ഞിട്ടുള്ളത് ആത്മഹത്യയെക്കുറിച്ചാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ ആ നൂൽപാലം പൊട്ടാൻ മൂർച്ചയേറിയ 1-2 വാക്കുകൾ മതി. ആത്മഹത്യ വളരെ ദുരൂഹതകൾ നിറഞ്ഞതാണ്. ആരുടെ തെറ്റായിരുന്നാൽ പോലും പരസ്പരം വിരൽ ചൂണ്ടി ഈ സംഭവത്തിൽ കൂടുതൽ ആത്മഹത്യകൾ സൃഷ്ടിക്കാതിരിക്കുക. പല സോഷ്യൽ മീഡിയ വീഡിയോസിലും പോസ്റ്റുകളിലും ഞാൻ കണ്ടത് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളാണ്. ദയവ് ചെയ്ത് വ്യക്തമായ കാരണങ്ങളില്ലാതെ ഒരാളെ ഇത്തരത്തിൽ സമൂഹത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക. ഒരുപക്ഷെ നമുക്കറിയാത്ത വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കിടയിൽ നടന്നു കാണും. നല്ല രീതിയിൽ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. അതെ, ഇത് പോലീസ് കണ്ടുപിടിക്കട്ടെ. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്കും എനിക്കൊപ്പം കൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.